റിറ്റുവിനെ കാണാനില്ല എന്ന് പറഞ്ഞ ഒരു ചേച്ചി കരച്ചിലോ കരച്ചിലും. കഷ്ടമാണ് കേട്ടോ, പാവം. നിങ്ങൾക്ക് ആർക്കെങ്കിലും റിറ്റുവിനെ കണ്ടു കിട്ടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചേച്ചി വിവരം അറിയിക്കുക. കർമ്മ ന്യൂസ് ഇട്ടൊരു വാർത്തയാണ്. എന്നാലും ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. ഒരു കാര്യം ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. എന്തായാലും ചേച്ചിയുടെ ആ വീഡിയോ ഞാൻ ഇതിന് ശേഷം പ്ലേ ചെയ്യുന്നതായിരിക്കും. ആദ്യത്തെ ഇൻട്രോ ഇത്രയേ ഉള്ളൂ. ചേച്ചി റിറ്റുവുമായി സ്നേഹബന്ധത്തിലാകുന്നു. ചേച്ചിയെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ചേച്ചിയുടെ വീട്ടിലേക്ക് ഇയാൾ വരുന്നു. വാടക വീടെടുക്കുന്നു. വാടക വീടെടുത്ത് ചേച്ചിയുമായി കുടുംബജീവിതം തുടങ്ങുന്നു. 5 വർഷത്തോളം ചേച്ചിയുമായി അടിച്ചുല്ലസിച്ച് ജീവിക്കുന്നു. 4.5 ലക്ഷത്തോളം രൂപ ചേച്ചി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉരുപ്പടി ഉണ്ടായിരുന്നു, അതും കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ അതൊക്കെ വെച്ച് ചെലവുകൾ നടത്തി പുള്ളിക്കാരയുമായിട്ട് അങ്ങനെ അടിച്ച് കുശലായി 5 വർഷം താമസിച്ചു. ഇനി മുൻപോട്ട് എന്ത് എന്നുള്ളത് ഈ കടം വീട്ടുക എന്നുള്ള ഒരു സ്ഥിതി വന്നപ്പോ റിന്റു കൊണ്ടോടി. എന്തായാലും ഇങ്ങനെ പോയി എന്ന് മനസ്സിലായ ഉടനെ റിങ്കുവാവയെ തിരക്കിയിട്ട് ചേച്ചി വന്നിരുന്നിട്ട് കരച്ചിലാണ്. ചേച്ചിക്ക് ചെക്കന്റെ വീട് അഡ്രസ് ഉണ്ടായിരുന്നു. ചെന്നു. അവിടെ ചെന്നപ്പം അനിയൻ ചേര് അങ്ങോട്ട് വിളിച്ച് വീട്ടിൽ കയറ്റിയിട്ട് നന്നായിട്ട് അങ്ങ് ഉപദ്രവിച്ചു. അതായത് അട്ടി എന്ന് പറഞ്ഞാൽ ഒരു 1.5 ഒരു 3.5 കിൻഡൽ തല്ല് കിട്ടി. കയ്യും കാലും, അതായത് അടി കൊണ്ട് മൂത്രം വരെ പോയി എന്നാണ് ചേച്ചി പറയുന്നത്. പാവം, കഷ്ടം. ഇമ്മാതിരിയൊക്കെ അടിക്കാൻ പോടാ. ഒന്നുമില്ലല്ലോ, നിന്റെ ചേട്ടന്റെ ബപ്പാട്ടി അല്ലായിരുന്നു. ഇജാതി അടി നീ അടിച്ചു കളഞ്ഞല്ലോടാ, പഹയ. പോട്ടെ. ആ ചെറുക്കന്റെ അമ്മയും ഉണ്ടായിരുന്നു പ്രതി. ഏതായാലും പുള്ളിക്കാരത്തി കൊണ്ടൊരു കേസ് കൊടുത്തു. കേസ് പോലീസ് എടുത്തു. പക്ഷെ പോലീസ് പറഞ്ഞത് റിക്കുവിനെ കണ്ടുപിടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്നാണ്. അപ്പോ റിറ്റു ആണ്. എന്തൊക്കെ പേര്, റിങ്കു, റിന്റു, ടിറ്റു, എന്തെന്നാ. റിറ്റുവിനെ കാണാനില്ല എന്നുള്ള വേദനയിൽ അതിഭീകരമായി കരയുന്ന ചേച്ചി. അതിന്റെ ഇടയിൽ കൂടെ SC/ST എന്നും പറയുന്നുണ്ട്. എന്റെ ചേച്ചി ഇത് പീഡനത്തിൽ വരത്തില്ല. ഇത് നിങ്ങൾ ഉഭയകക്ഷി സമ്മതത്തോടു കൂടി ഇത്രയും നാളെ വ്യഭിചരിച്ച കേസാ. ഒരു രക്ഷയുമില്ല. ഇനി ഇത് ലിവിങ് ടുഗദർ ആണോ എന്ന് ചോദിച്ചാൽ നല്ലൊരു സിസ്റ്റമാണ് അത്. അതിന്റെ ഏറ്റവും നല്ല ബെനിഫിറ്റ് അവൻ അനുഭവിച്ചു കൊണ്ടുപോയി. വാസ്തവത്തിൽ അവൻ വന്ന് പറയുകയാണെങ്കിൽ ചില കാര്യങ്ങളുണ്ട്. ഫാക്ട് ഈസ് ഫാക്ട്. രണ്ടുപേരും കൂടെ ഒന്നിച്ച് ജീവിക്കുന്നു. ചെലവുകളെല്ലാം അവനെ കൊണ്ട് നടത്തിക്കുന്നു. പുള്ളിക്കാരത്തെ വിചാരിച്ചത് അവൻ ചെലവിനും നോക്കും, അത്യാവശ്യം ചേച്ചിയെ നോക്കും. എല്ലാം നന്നായിട്ട് ശുഭമായിട്ട് പോകുന്നു, മംഗളകരമായിട്ട് നടക്കുന്നു. കടബാധ്യതകൾ വരുമ്പോൾ ചേച്ചിയോട് കാശ് ചോദിക്കുന്നു, ചേച്ചി കടം വാങ്ങിച്ചു കൊടുക്കുന്നു. ചേച്ചി അറിയുന്നില്ല ഈ കാശ് കൊണ്ട് അവിടെ ചെലവ് നടക്കണേ. ഏതായാലും 8 നിലയിൽ അമ്പോ ഒന്ന് പറ്റിച്ചിട്ട് റിറ്റുവാവ മുങ്ങി. റിറ്റുവാവയെ കണ്ടെത്തുന്നവർ എത്രയും പെട്ടെന്ന് ചേച്ചിക്ക് വിവരം കൊടുക്കണം. കാരണം നമ്മളുടെ ഒരു സഹോദരി കരയുകയാണ്, പാടില്ല. പ്രത്യേകിച്ച് SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരു ചേച്ചിയാണ്. അവരെ ഇങ്ങനെ കരയിക്കാൻ പാടില്ല. അവരെ കരയിച്ചാൽ പ്രശ്നമാണ്. ഷെഡ്യൂൾ കാസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങൾക്ക് ഒരുപാട് അലവൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഒരുപാട് പരിഗണനയുണ്ട്. അതെന്തുകൊണ്ടെന്നറിയാമോ? അങ്ങനെ പിന്നോക്കമായി നിൽക്കേണ്ടവരല്ല നിങ്ങൾ പൊതുസമൂഹത്തിൽ നമുക്കൊപ്പം നിൽക്കണം എന്നുള്ളതാണ്. അതൊരു പ്രിവിലേജ് ആയിട്ട് എടുത്തു വെച്ചിട്ടുള്ള അലമ്പ്, അത് ഭയങ്കര ബോറാണ്. ഏതായാലും ഇനി അതൊക്കെ പറഞ്ഞത് കൊണ്ട് പുള്ളിക്കാരോ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്, നിങ്ങൾ സമ്മതിച്ചിട്ടല്ലേ നിങ്ങൾ എങ്ങണ്ട് യാതാണ്ടൊക്കെ കുൽസിതങ്ങൾ നിങ്ങൾ രണ്ടുപേരുടെ ഒന്നിച്ചല്ലേ കാണിച്ചത്. ഇപ്പൊ അവനെ മാത്രം കുറ്റപ്പെടുത്തുന്നത് അതൊന്നും നിയമം വാങ്ങിച്ചു മനസ്സിലായില്ല. ഏതായാലും പോയത് പോയി. ഇനി പൈസ കിട്ടത്തില്ല. ഇനി കയറി ഇറങ്ങി നടന്ന അവസാനം പോലീസന്മാരും കൂടെ പണി തരും. വെറുതെ എന്തിനാ ചേച്ചി ഒരു മൂലയ്ക്കെങ്ങാണം കുത്തിയിരുന്നാ പോരെ. ചില പെണ്ണുങ്ങളുടെ കാര്യം ഇങ്ങനെ എടുത്തു പറയേണ്ടതുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഇടവയിൽ നടന്നൊരു ഒരു സംഭവം, ഇത് സെയിം തിങ് തന്നെയാണ്. അതൊരു മുസ്ലിം സ്ത്രീയാണ്. അവൻ വന്നു, അവൻ ആദ്യ ഭാര്യ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ സ്വന്തമാക്കുകയാണ്. 3.5 മാസം താമസിച്ചു. വീട്ടിന്റെ ആധാരം എടുത്ത് പണയപ്പെടുത്തി കാശും കൊണ്ടവൻ മുങ്ങി. എങ്ങനെയുണ്ട്? ഇത്ര പൊട്ടത്തികളാണ്. അവളുടെ ഭർത്താവ് മരണപ്പെട്ടതാണ്. ഒറ്റയ്ക്ക് താമസിക്കുകയാണ് കുട്ടിയുമായിട്ട്. മകളാണെന്ന് തോന്നുന്നു. ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അവിടെ നടന്ന സംഭവമാണ്. എല്ലാ ചാനൽസും ഒക്കെ എടുത്തു വെച്ച് പറഞ്ഞു. ചാനൽ പറഞ്ഞാൽ എന്ത് കിട്ടാനാണ്? ചാനലുകാർ വല്ലതും ചെയ്തു കൊടുക്കുമോ? ഒന്നുമില്ല, ഒന്നും സംഭവിക്കത്തില്ല. ഏതായാലും നമുക്ക് ചേച്ചിയുടെ കുറച്ച് വർത്തമാനം കേൾക്കാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ചേച്ചി തുടങ്ങിക്കോ. ചേച്ചി ഭയങ്കര വൈറലാണ്. എൻ്റെ പേര് പ്രസന്നകുമാരി എന്നാണ്. ഞാൻ കായംകുളം സ്വദേശിനിയാണ്. ഇപ്പം ഞാൻ ഹരിപ്പാടാണ് താമസിക്കുന്നത്. 5 വർഷമായി റിറ്റു എന്ന് പറഞ്ഞ ആളുമായിട്ട് ഞാൻ താമസിച്ച് വരികയായിരുന്നു. ഇപ്പം വൻ കടത്തിലാക്കി റിറ്റു എന്നെ മുങ്ങിയിരിക്കുക. നാട് മൊത്തം ബ്ലേഡ് പലിശയ്ക്കും മൈക്രോ ഫിനാൻസും ലോണും എല്ലാം എടുത്ത് എൻ്റെ സ്വർണവും പൈസയൊക്കെ ആയിട്ട് റിറ്റു മുങ്ങിയിരിക്കുക. എവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല റിറ്റുവിനെ. ഞാൻ കടത്തിൽ ആത്മഹത്യയുടെ വക്കിലാണ്. ഞാൻ കഴിഞ്ഞ പെരുന്നാളിൻ്റെ അന്ന് ഞാൻ റിറ്റുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് റിറ്റുവിൻ്റെ അമ്മയും
റിറ്റുവിൻ്റെ അനിയൻ റിൻറ്റും വനജയും കൂടെ എന്നെ ഒരുപാട് ഉപദ്രവിക്കുകയും ഇവിടെ വരരുതെന്ന് പറയുകയും ചെയ്ത് ഞാൻ പോലീസിൽ അഭയം തേടി അവിടുന്ന് കോടതി മുഖാന്തരം എനിക്കൊരു പ്രൊട്ടക്ഷൻ ഓർഡറും വാങ്ങിച്ചു തന്നു. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ അവരെന്നെ കയറ്റത്തില്ലെന്ന് പറഞ്ഞ് വീണ്ടും എന്നെ അവിടുന്ന് അടിച്ചിറക്കി. എനിക്ക് കടത്തിലാണ്, ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ്. എവിടെ ആയാലും റിറ്റുവിനെ കണ്ടുപിടിച്ച് തരണം, എൻ്റെ കടങ്ങൾ തീർക്കണം. എനിക്ക് അല്ലാതെ ഒരു നിവൃത്തിയില്ല. എനിക്ക് നിയമത്തിൻ്റെ മുമ്പിൽ പറയാൻ ഇതേ ഉള്ളൂ. എല്ലാ നാട്ടുകാരും ഇത് കേൾക്കണം. എനിക്ക് അത്ര സങ്കടത്തിലാണ് ഞാൻ ഇവിടെ വന്ന് ഇത് പറയുന്നത്. എൻ്റെ പണം കൊണ്ട് അവൻ മുങ്ങിയിരിക്കുക. എവിടാണെന്ന് എനിക്ക് റിറ്റുവിൻ്റെ വീട് കൃഷ്ണപുരം കാപ്പിലാണ്. വനജാലയം വീട്, വനജാലയം എന്ന അഡ്രസ്സ്. ആലപ്പുഴ ജില്ലയിൽ കൃഷ്ണപുരം കാപ്പിലാണ് റിറ്റുവിൻ്റെ വീട്. നിങ്ങൾ എത്ര വർഷമായിട്ട് താമസിക്കുന്നു ഒരുമിച്ച്? 5 വർഷമായിട്ട് താമസിക്കുന്നു. ഇപ്പം റിറ്റു മുങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞ്. എവിടാണെന്ന് അറിയത്തില്ല. ഫോൺ 2 സ്വിച്ച് ഓഫാണ്. ഇടയ്ക്ക് ഫോൺ ഓൺ ആക്കും, വിളിക്കുമ്പോൾ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. ഇപ്പം റിറ്റു നിങ്ങളെ പറ്റിച്ച് മുങ്ങിയെന്നാണ് പറയുന്നത്. റിറ്റു എന്നെ പറ്റിച്ച് മുങ്ങിയേക്കുക. എവിടാണെന്ന് എനിക്ക് ഒന്നും അറിയത്തില്ല. കടക്കാർ നിരന്തരം വീട്ടിൽ കയറി ഇറങ്ങി എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. സത്യം മോളെ ഞാൻ പറയുന്നത്. എനിക്ക് വയ്യേനും കടക്കാൻ സത്യമായിട്ട് എന്താണെന്തോ ചേച്ചി കരയണാണെന്ന് എനിക്ക് ചിരിക്കാനാ തോന്നുന്നത്. ഇങ്ങനെ മനുഷ്യന്മാരെ പറ്റിക്കപ്പെടുന്നതിന്റെ ഒരു രീതി അത് പറയാകത്തില്ല. ഇവന്മാര് വന്ന് പൊന്നെ പന്നെ മത്തേ കന്നെ മത്തക്കണ്ണി എന്നൊക്കെ പറഞ്ഞ് കമ്മന്നങ്ങോട്ട് വീഴും. നന്നായിട്ട് പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും, സ്വാഭാവികം. പക്ഷെ അതിലൊന്നും ഞാനൊരു കുറ്റവും പറയുന്നില്ല, അത് സംഭവിച്ചു പോയി. ഇനി ഈ കരഞ്ഞു കാണിച്ച് 4 പേര് അറിയുന്ന ആണൊക്കെ എന്തിനാണ് ഈ നാണക്കേട്? ഇത് തിരിച്ചു കിട്ടുന്നതാണ്. നിങ്ങൾ ഈ കാശ് കൊടുത്തതിന് എന്തെങ്കിലും രേഖയുണ്ടാവണം. നമ്മളെ വല്ലതും നടക്കണ കേസാണ്, നടപടിയാവുന്നതാണ്. അവർക്കൊരു കണ്ടന്റ്, എനിക്കും ഒരു കണ്ടന്റ്, അതിനപ്പുറം ഒന്നുമില്ല. ഇത്രയും ഒരു പൊട്ടിയായി പോയല്ലോ എന്നുള്ളതാണ്. കഷ്ടമാണ് കേട്ടോ, വളരെ പരിതാപകരം, വളരെ ശോചനീയം. ഏതായാലും കുറച്ചും കൂടെ ഉണ്ട്, അതും കൂടെ നിങ്ങൾ കേട്ടോളൂ. എനിച്ചിത് കേട്ടോണ്ടിരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. വല്ലാത്തൊരു കുരിശായിപ്പോയി, വല്ലാത്ത ഒരു ജന്മം, അത്രയേ ഉള്ളൂ. നോർമലി ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന, തനിച്ച് താമസിക്കുന്ന പെണ്ണുങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പല ആണുങ്ങളും ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്ലീസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് തനിച്ച് ജീവിക്കാൻ സാധിക്കും. ഇനി അഥവാ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായാൽ തന്നെ ബ്ലൈൻഡ്ലി അവരെ വിശ്വസിക്കാതിരിക്കുക. ഉടുമുണ്ട് അഴിച്ചു കൊടുക്കുന്നത് പോലെയല്ല കയ്യിലുള്ള അസറ്റ് കൊണ്ട് കൊടുക്കുന്നത്. അത് പോയാ പോയി, മറ്റത് നമുക്ക് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ മാത്രം സഹിച്ചാൽ മതിയാവുന്ന ഒരു പ്രശ്നമാണ്. മറ്റത് അങ്ങനെയല്ല. ഈ കടബാധ്യത കൊണ്ട് ഈ സ്ത്രീ ഇനി പെടാപ്പാട് പെടാൻ പോകുന്നു. വീട്ടുജോലിക്കാണ് പോകുന്നത്. എങ്ങനെ കടം വീട്ടുമെന്ന് അറിയത്തില്ല. 4 ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോൾ ഒരു വീട്ടുജോലിക്ക് പോകുന്ന സ്ത്രീക്ക് വളരെ വലിയ തുകയാണ്. അത് എങ്ങനെ അവർ സോർട്ട് ഔട്ട് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. വിജിലന്റ് ആവുക എന്നതിനപ്പുറം മറ്റൊന്നും ചെയ്യാനില്ല. തനിച്ച് ജീവിക്കാൻ ഓരോ സ്ത്രീക്കും സാധിക്കും. പിന്നെ സ്നേഹം വേണം, പ്രേമം വേണോ എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബുദ്ധിയോടെ പെരുമാറുക. ഇനി അങ്ങനെ പോയാൽ തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെ കരുതുക. വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ട എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റിലിടുക. എന്നാൽ ഈ ചേച്ചി ഇങ്ങനെ കരയുമ്പോഴും ഒരു വിഷമമുണ്ട്, ആ കൂടെ ചിരിയും വരുന്നുണ്ട്. എനിക്കറിയില്ല എന്താണെന്ന്. അങ്ങനെ സത്യമായിട്ടും പ്രസന്ന ചേച്ചി നിങ്ങളെ കാണുമ്പോൾ എന്തൊരു കോമഡി പീസാണ് നിങ്ങൾ എന്തിനാണ് ഈ വേലയ്ക്ക് പോയെന്നുള്ളതാണ്. ഇതൊന്നും പോരാണ്ട് അവന്റെ വീട്ടിൽ പോയിട്ട് ഇനി ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ അവിടെ ചെന്ന് അവന്റെ വീട്ടിൽ ചെന്ന് യുദ്ധം ചെയ്താൽ വല്ല കാര്യമുണ്ട്? ഒരു കയറ്റു എന്തെങ്കിലും ഒരു ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യൂ. അടി അത്രയും കൊണ്ട് അവിടെ കിടന്ന് പെടുത്തു. ഇത്രേ എന്തിന് തിരിച്ചിങ്ങടെ കയ്യിൽ മാങ്ങ പറിക്കാൻ പോയിരുന്നു? ഇറങ്ങി കല്ലെങ്കിലും എടുത്തെറിയുണ്ടായിരുന്നു. ഏതായാലും വളരെ മോശമായ ഒരു പ്രവൃത്തിയായിപ്പോയി. സൂയിസൈഡൊന്നും ചെയ്യല്ലേ കേട്ടോ. ധൈര്യം കൈവിടരുത്. തീർച്ചയായിട്ടും ബോൾഡായി കാര്യങ്ങൾ തീരുമാനിക്കൂ, മുൻപോട്ട് പോകൂ. ജീവിതം ഇങ്ങനെ നെടുനീളെ കിടക്കുകയല്ലേ. റിറ്റ് പോയാ പോട്ട് ചേച്ചി, കള. അവൻ പോയാ അവന്റെ മച്ചമ്പി, അല്ലാണ്ട് പിന്നെ ഇവനെയൊക്കെ നോക്കിയിരുന്ന് മോങ്ങിക്കൊണ്ടിരുന്ന ജീവിതം അങ്ങനെ മോങ്ങാനേ നേരെ ഉണ്ടാവുള്ളൂ. പോയി പാണി നോക്കാൻ പറ, അലവലാതി അൽബുലൂസ്. എന്റെ ഒരു അഭിപ്രായം അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും തരും. ഞാൻ നിങ്ങളുടെ വിഷമത്തിൽ പങ്കുചേരുന്നു. വളരെയധികം കൃതാർത്ഥതയുണ്ട്, വളരെയധികം വേദനയുണ്ട്. എന്നാലും എന്റെ ചേച്ചി എന്തിനീ പണിക്ക് പോയി? കഷ്ടമുണ്ട്, പാവം കിട്ടും. ആ പാവ സ്ത്രീയെ പറ്റിച്ച് ഇവൻ നന്നാവൂല. എവിടെ പോയാലും ഇവന് ദുഷിപ്പേ ഉണ്ടാവും. അടുത്ത ചെക്കേറി പോയിട്ടുണ്ടാവും. ഇതിന് വക്കാലത്തും ഇതിന് ഒപ്പീസും ചൊല്ലുന്നത് തള്ളയും അനിയനുമാണ്. അല്ല, അനിയനെയും പറഞ്ഞിട്ട് കുഴപ്പമില്ല. അവ ഇപ്പൊ എന്ത് ചെയ്യാൻ? ഈ പെണ്ണുപിള്ളേരുടെ കൂടെ എത്ര 5 വർഷം ജീവിച്ചപ്പോഴും അവരൊന്നും ചെയ്തില്ലല്ലോ. 5 വർഷത്തിന് ശേഷം അവനെ കാണാതാവുമ്പോഴത്തേക്കാണല്ലോ ഇവർക്ക് തന്നെ ഓർമ്മ വരുന്നത് അങ്ങനെ ഒരു അനിയനും അമ്മയും ഉണ്ട് എന്നുള്ളത്. സോ അതും ഒരു ബ്ലാക്ക് മാർക്കാണ്. എനിവേ, നമുക്ക് ഇവരുടെ ജീവിതത്തിൽ നടന്നത് എന്താണെന്ന് മനസ്സിലാകത്തില്ല, അറിയത്തില്ല. അതുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് ഒരുപാടൊന്നും പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഇങ്ങനെ വരുന്ന ആളുകൾ ആദ്യം നമ്മളോട് സ്നേഹമായിട്ട് ഒത്തുകൂടും.
അവസാനം അവർ പല ഡിമാൻഡ്സ് പറയും, ഓരോ കടങ്ങൾ പറയും, ഓരോ ബാധ്യതകൾ പറയും. അവർക്കുള്ള കടം അവരുടെ കടമാണ്, നമ്മുടെ കടമെന്ന് അവർ പറയും. അത് വളരെ സന്തോഷത്തോടു കൂടി ഉൾക്കൊള്ളാൻ നിൽക്കരുത്. നമ്മുടെ കടമല്ലടാ, അത് നിന്റെ കടമാണെന്ന് തന്നെ പറയാൻ, സ്നേഹവായ്പോടെ പറയാൻ സാധിക്കണം പെണ്ണുങ്ങൾക്ക്. പോണെങ്കിൽ അങ്ങ് പോയിട്ട് കാശ് കൊണ്ടുപോകുന്നതിനെക്കാട്ടി നല്ലതല്ലേ കാശ് അല്ലാതെ ഇറങ്ങി അങ്ങോട്ട് പോണത്. അപ്പൊ അങ്ങനെ തന്നെ പറയുക. പിന്നെ വീട്ടിൽ ലാവിഷായിട്ട് ഗുസ്തിബാൾ അസ്ഥിബാൾ കളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഈ കാശ് വരുന്നത് എവിടുന്നാണെന്നൊന്ന് അറിയാനുള്ള ശ്രമം പെണ്ണുങ്ങൾ ചെയ്യുക ആവശ്യകതയാണ്. അത് ആൺ പാർട്ട്ണർ ആയാലും പെൺ പാർട്ട്ണർ ആയാലും അളവിൽ കൂടുതൽ അവർ ചെലവാക്കുന്നുണ്ടെങ്കിൽ സോഴ്സ് ഓഫ് ഇൻകം എന്താണെന്ന് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ആവശ്യകത ആ പാർട്ട്ണർക്കുണ്ട്. അതിനിപ്പോ ലിവിങ് ടുഗദർ ആയാലും മാരീഡ് ലൈഫിലുള്ള പാർട്ട്ണർ ആയാലും. കാരണം അവൻ നാളെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് നിങ്ങളും കാരണക്കാരാകാം. മാത്രവുമല്ല, അന്യായ മുതലാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഇതുപോലെ ഇരുന്ന് കരഞ്ഞ് അതിന് ഉത്തരം പറയേണ്ട ഒരു അവസ്ഥ വരും. സോ വിജിലന്റ് ആവുക എന്നതിനപ്പുറം ഇതിനകത്തൊരു സൊല്യൂഷൻ ഇല്ല. ഏതായാലും കൊള്ളാം, നടക്കട്ടെ. ബാക്കിയും കൂടെ കേട്ടോളൂ. താങ്ക് യു. എൻ്റെ പേര് പ്രസന്നകുമാരി എന്നാണ്. ഞാൻ കായംകുളം സ്വദേശിനിയാണ്. ഇപ്പം ഞാൻ ഹരിപ്പാടാണ് താമസിക്കുന്നത്. 5 വർഷമായി റിറ്റു എന്ന് പറഞ്ഞ ആളുമായിട്ട് ഞാൻ താമസിച്ച് വരികയായിരുന്നു. ഇപ്പം വൻ കടത്തിലാക്കി റിറ്റു എന്നെ മുങ്ങിയിരിക്കുക. നാട് മൊത്തം ബ്ലേഡ് പലിശയ്ക്കും മൈക്രോ ഫിനാൻസും ലോണും എല്ലാം എടുത്ത് എൻ്റെ സ്വർണവും പൈസയൊക്കെ ആയിട്ട് റിറ്റു മുങ്ങിയിരിക്കുക. എവിടെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല റിറ്റുവിനെ. ഞാൻ കടത്തിൽ ആത്മഹത്യയുടെ വക്കിലാണ്. ഞാൻ കഴിഞ്ഞ പെരുന്നാളിൻ്റെ അന്ന് ഞാൻ റിറ്റുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് റിറ്റുവിൻ്റെ അമ്മയും റിറ്റുവിൻ്റെ അനിയൻ റിൻറ്റുവും വനജയും കൂടെ എന്നെ ഒരുപാട് ഉപദ്രവിക്കുകയും ഇവിടെ വരരുതെന്ന് പറയുകയും ചെയ്ത് ഞാൻ പോലീസിൽ അഭയം തേടി. അവിടുന്ന് കോടതി മുഖാന്തരം എനിക്കൊരു പ്രൊട്ടക്ഷൻ ഓർഡറും വാങ്ങിച്ചു തന്നു. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ അവരെന്നെ കയറ്റത്തില്ലെന്ന് പറഞ്ഞ് വീണ്ടും എന്നെ അവിടുന്ന് അടിച്ചിറക്കി. എനിക്ക് കടത്തിലാണ്, ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ്. എവിടെ ആയാലും റിറ്റുവിനെ കണ്ടുപിടിച്ച് തരണം, എൻ്റെ കടങ്ങൾ തീർക്കണം. എനിക്ക് അല്ലാതെ ഒരു നിവൃത്തിയില്ല. എനിക്ക് നിയമത്തിൻ്റെ മുമ്പിൽ പറയാൻ ഇതേ ഉള്ളൂ. എല്ലാ നാട്ടുകാരും ഇത് കേൾക്കണം. എനിക്ക് അത്ര സങ്കടത്തിലാണ് ഞാൻ ഇവിടെ വന്ന് ഇത് പറയുന്നത്. എൻ്റെ പണം കൊണ്ട് അവൻ മുങ്ങിയിരിക്കുക. എവിടാണെന്ന് എനിക്കറിയാം. ആലപ്പുഴ ജില്ലയിൽ കൃഷ്ണപുരം കാപ്പിലാണ് റിറ്റുവിൻ്റെ വീട്. 5 വർഷമായിട്ട് താമസിക്കുന്നു. ഇപ്പം റിറ്റു മുങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞ്. എവിടാണെന്ന് അറിയില്ല. ഫോൺ രണ്ടും സ്വിച്ച് ഓഫാണ്. ഇടയ്ക്ക് ഫോൺ ഓൺ ആക്കും, വിളിക്കുമ്പോൾ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. റിറ്റു എന്നെ പറ്റിച്ച് മുങ്ങിയേക്കുക. എവിടാണെന്ന് എനിക്ക് ഒന്നും അറിയത്തില്ല. കടക്കാർ നിരന്തരം വീട്ടിൽ കയറി ഇറങ്ങി എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. സത്യം മോളെ ഞാൻ പറയുന്നത്. എനിക്ക് വയ്യേനും കടക്കാൻ, എനിക്ക് വാടക പോലും കൊടുക്കാൻ എനിക്ക് വയ്യ. സത്യം പറയുക, എവിടാണെങ്കിലും തിരിച്ചു വരണം. എൻ്റെ കടങ്ങളും കാര്യങ്ങളും തീരണം. സത്യം പറയുക, ഞാൻ എനിക്ക് വേറെ ആരുമില്ല. എനിക്ക് വയ്യ. എന്തിനാ എന്നെ വേണ്ടെങ്കിൽ എന്നെ പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നു. ഞാൻ എവിടെല്ലാം തിരക്കി നടക്കുന്നു. എന്തുമാത്രം ഉപദ്രവങ്ങളുണ്ട്. എനിക്ക് വയ്യ. എനിക്ക് വേണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് പോണമായിരുന്നു. നിന്നെ എനിക്ക് വേണ്ട. ഇതിനകത്ത് ഒരു ഇക്മാലും ഒരു ബിനു എല്ലാം ഉണ്ട്. ഇതിനകത്ത് അവന്മാരെ എല്ലാം രംഗത്ത് കൊണ്ടുവരണം. എനിക്ക് വേറെ ആരുമില്ല ഇത് പറയാന്. എൻ്റെ വീട്ടുകാർക്ക് ആർക്കും എന്നെ വേണ്ട. ഇപ്പൊ ഇവന്റെ കൂടെ താമസിക്കാൻ തുടങ്ങിയെന്നും പറഞ്ഞ് എന്നെ വേണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നു റിറ്റു. നിങ്ങൾക്ക് എന്നെ പെരുവഴിയിലാക്കിയിട്ട് എവിടെ പോയതാ നിങ്ങൾ? ആ റിൻറ്റു എന്നെ എന്തുമാത്രം ഉപദ്രവിച്ചെന്നറിയാവോ? ആ പെരയ്ക്കകത്തിട്ട് പട്ടി കൊള്ളുന്ന പോലെ അതിനകത്ത് കിടന്ന് ഞാൻ കൊണ്ട്. എനിക്ക് ഒരു നിയമവും കോടതിയും ഒന്നും ഇല്ലയോ? എനിക്ക് എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടോളാം ഞാൻ. എനിക്ക് വയ്യേന്. എൻ്റെ മരണത്തിന് ഉത്തരവാദി റിൻറ്റും അവൻ്റെ അമ്മ വനജയുമായിരിക്കും. എന്തെങ്കിലും ഞാൻ ചെയ്യും. ഞാനാ സത്യം പറയാ. എനിക്ക് വയ്യേന് ജീവിക്കാനാ. കടക്കാരെ കൊണ്ട് ഞാൻ സഖി കേട്ട് എന്ന് കാശടയ്ക്കാൻ ഞാൻ എവിടെ ചെല്ലണം? 600 രൂപ ഡെയിലി കിട്ടുന്ന ഞാൻ ഇത്രയും രൂപ എവിടെ കൊണ്ടുപോയി ഞാൻ അടയ്ക്കും? ഞാൻ വീണ്ടും കടം മേടിക്കുവാൻ ഞാൻ ഓരോരുത്തരോട് നടന്ന്.
എന്നെ അറിയുന്നവരൊക്കെ വീണ്ടും വീണ്ടും കടം തന്നിട്ട് വീണ്ടും അതൊരു കടമാക്കുക. ഞാൻ അമ്പിളിയുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങളാണ് ഞാൻ സത്യം കടമെടുത്ത് കൊടുത്തത്. അവരെല്ലാം വന്ന് പറയും ഞാൻ കടമെടുത്ത് കൊടുത്തത്. എന്നെ വിശ്വസിച്ച് തന്നത് അമ്പിളി. കോടതിയിലെ കാര്യമാണെന്ന് ഞാൻ മേടിച്ചോണ്ട് പോയത്. എപ്പോഴും പറയാം, അമ്മ പറഞ്ഞ വീടിൻ്റെ മെയിൻ്റനൻസ് പണിക്ക് പൈസ വേണം, അതിന് കൊടുക്കണം ഇതിന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നോട് കാശ് ചോദിക്കുന്നത്. കാശില്ലെന്ന് പറയാൻ പറയാം, നീ ഭിക്ഷക്കാരിയാണോടി, നീ ഭിക്ഷക്കാരിയാണ്, ഓച്ചറെ പോരുന്ന് ഭിക്ഷ എടുക്കെന്ന് പറയും. അന്നേരമൊക്കെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരോടൊക്കെ പറയും, എനിക്ക് ഇച്ചിരി കാശ് എടുത്തതാ പലിശയ്ക്ക്, അഞ്ചു എനിക്ക് ഇച്ചിരി കാശ് പലിശയ്ക്ക് എടുത്തതാന്ന് പറയും. എന്നെ വിശ്വസിച്ച് എല്ലാവരും തരും എനിക്ക് പൈസ, ഞാൻ കറക്റ്റായിട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഡ്രൈവറാണ്, ടോറസ് ഓടിക്കുന്ന ജോലിയാണ്. ഇവിടെ ആറാട്ടുപുഴയുള്ള ഒരു മോലാളിയുടെ വണ്ടിയായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം പെട്ടെന്ന് ഒരു നിമിഷത്തിൽ പറഞ്ഞ് ആ വണ്ടി എനിക്ക് വേണ്ട, ഞാൻ വേറെ എവിടോട്ടെങ്കിലും പോകുകയെന്നും പറഞ്ഞ് ഈ സ്വർണവും പൈസയും ഒക്കെ മേടിച്ചിട്ട് പറഞ്ഞ് ബിനുവിൻ്റെ കൈ കൊടുക്കാം, വാടക വീട്ടിൽ കിടക്ക് വലിയ, നമുക്ക് സ്വന്തമായിട്ട് 2 സെൻറ്റ് സ്ഥലം മേടിക്കാമെന്നും പറഞ്ഞാൽ ബിനുവിനും ഇക്ബാലിനും ഈ പൈസ കൊണ്ട് കൊടുക്കട്ടെ സ്ഥലം മേടിക്കാനാന്നും പറഞ്ഞാൽ ഈ 2 ലക്ഷം രൂപയും 4.5 പവൻ്റെ സ്വർണം എടുത്തുകൊണ്ട് പോയത് എൻ്റെ കയ്യിൽ നിന്ന്. ഞാൻ അന്നേരമൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി കൊടുക്കല്ലേ, എന്തെങ്കിലും രേഖ വാങ്ങിയിരുന്നൊക്കെ. ഇല്ല, അവരാരും വെട്ടിക്കത്തില്ലെന്നും പറഞ്ഞ് ഈ കാശും കൊണ്ട് പോയത്. എനിക്ക് റിറ്റുവിനെ അത്ര ഇഷ്ടമായിരുന്നു. എനിക്ക് വീട്ടിലൊരു സ്നേഹം കിട്ടാത്തതുകൊണ്ട് റിറ്റുവിൻ്റെ കൂടെ ഉള്ളൊരു സ്നേഹവും സന്തോഷവും അനുഭവിച്ചപ്പോൾ അതിനകത്ത് ഞാൻ വീണ് പോയതാണ്. എന്നെ പറ്റിക്കുമായിരുന്നു ഒരിക്കലും എനിക്കറിയത്തില്ലായിരുന്നു. അത്ര ഇഷ്ടമായിരുന്നു എനിക്ക് അയാളെ. എനിക്ക് കൂടുമ്പോൾ നോക്കുമായിരുന്നു. ഉള്ളട കൊണ്ടാണ് റിറ്റു ഇങ്ങനെ പൈസ ചോദിക്കാനും വീട്ടിൽ ബഹളവും വെള്ളവടിയും വഴക്കും ഒക്കെ തുടങ്ങി. അതിന് മുമ്പ് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു, പൊന്നു പോലായിരുന്നു എന്നെ നോക്കുന്നത്. എന്നെ ഒന്നും ചെയ്യത്തില്ലായിരുന്നു റിറ്റു, അടിക്കത്തും ഇടിക്കത്തും ഒന്നുമില്ലായിരുന്നു. പിന്നെ ഉള്ളതുകൊണ്ട് അമ്മ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങിയപ്പം മുതൽ വീട്ടിൽ വഴക്കും വെള്ളവടി കൂടുതലും പ്രശ്നങ്ങളും ആയത്. അന്നേരം ഉപദ്രവിക്കാൻ വരുമായിരുന്നു. റിറ്റുവിൻ്റെ അനിയൻ റിൻറ്റും വനജയും. ഞാൻ റിറ്റുവിനെ തിരക്കി അവിടെ ചെന്നായിരുന്നു. എവിടെ ആലയത്തിൽ വീട്ടിൽ പോയായിരുന്നു, റിറ്റുവിൻ്റെ വീട്ടിൽ. എന്തുകൊണ്ടിനെ കാണുന്നില്ല. ഈസ്റ്റർ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തിങ്കളാഴ്ച മുതൽ കാണാനില്ല. ഞങ്ങൾ ഹരിപ്പാട് വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമായിരുന്നു 5 വർഷമായിട്ട്. പെട്ടെന്ന് ഒരു ദിവസം ഈസ്റ്ററിൻ്റെ പിറ്റേന്ന് മുതൽ അമ്മ വെള്ളിയാഴ്ച വിളിച്ചായിരുന്നു റിറ്റുവിനെ, വെളുപ്പിനെ ഫോണിൽ. വെള്ളിയാഴ്ച വിളിച്ച പിന്നെ ആയിരുന്നു റിറ്റു വീണ്ടും വഴക്ക് തുടങ്ങി വീട്ടിൽ. പിന്നെ ഈസ്റ്റർ കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. എവിടെയാണെന്നൊന്നും അറിയത്തില്ല. ഇപ്പം ഫോൺ വിളിച്ചാൽ 2 ഫോണും സ്വിച്ച് ഓഫ് ആക്കി വെച്ചാക്കുക. ചില നേരത്ത് ഫോൺ ബെല്ലടിക്കും, പെട്ടെന്ന് കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്യും. അങ്ങനെ ഞാൻ തിരക്കി അവരുടെ വീട്ടിൽ ചെന്ന്. അവരുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് റിൻറ്റു അവിടെ ഇല്ലായിരുന്നു. അമ്മ റിൻറ്റുവിനെ വിളിച്ച് വരുത്തി. റിറ്റുവിൻ്റെ അനിയൻ റിൻറ്റു അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഉടനെ അമ്മ വനജ വിളിച്ച് വരുത്തി. റിൻറ്റു കൊന്നക്കമ്പ് വെട്ടിക്കൊണ്ട് വന്ന് പെരയ്ക്കകത്തിട്ട് തന്നെ ഒരുപാട് ഉപദ്രവിച്ച്. ഇവിടെ എല്ലാം അടിച്ച് കാലെല്ലാം ചവിട്ടി, കാലെ കൊന്നക്കമ്പ് വെച്ച് അടിച്ച നീര് ഇതുവരെ മാറിയിട്ടില്ല. കയ്യിലെല്ലാം അടിച്ച് പൊട്ടിച്ച്, തലയ്ക്കൊക്കെ അടിച്ച്. അടി കൊണ്ട് ഞാൻ അവിടെ മൂത്രം ഒഴിച്ചു പോയി. സത്യം പറയുവാണേ, കള്ളമല്ല പറയുന്നത്. അതുപോലെ അവൻ കൊന്നക്കമ്പ് വെച്ച് അടിച്ച്. തിരിച്ച് ചെയ്യാൻ എനിക്ക് ഒന്നുമില്ലായിരുന്നു, ഞാൻ ചെയ്യത്തുമില്ല അവനെ തിരിച്ച്. എന്തിനാടി ഇവിടെ കയറി വന്നേ? ഞാനൊരു SC പെട്ടവളാണ്. എന്നെ എൻ്റെ ജാതി പറഞ്ഞ് അവനെ ആക്ഷേപിക്കുകയും എടുക്കുകയൊക്കെ ചെയ്ത്. എന്തിനാ നീ ഇവിടെ കയറി വന്നേന്ന് പറഞ്ഞ് അമ്മ കയ്യിൽ പിടിച്ചു കൊടുത്ത് അവൻ അടിച്ചെന്നെ. ഇഷ്ടം പോലെ അവൻ എന്നെ അടിച്ച്. ഹരിപ്പാട് ആശുപത്രി ഞാൻ ചികിത്സയും തേടിയായിരുന്നു. എങ്ങനെയെങ്കിലും റിറ്റുവിനെ കണ്ടുപിടിക്കണം, എൻ്റെ പണം എല്ലാം എനിക്ക് കിട്ടണേ. നിങ്ങൾ എവിടെ 4.5 പവൻ്റെ സ്വർണവും പിന്നെ ഇസാബിന്ന് 2 ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്തായിരുന്നു. പിന്നെ KML-ന്ന് പിന്നെ കുറേ രൂപയെല്ലാം ഞാൻ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്ത്. എല്ലാം കൂടെ 4.5 ലക്ഷം രൂപയോളം ഉണ്ട്. ഇത് കണക്ക് നോക്കുവാണെങ്കിൽ അതിൽ കൂടുതലും ഉണ്ട്. എനിക്കിതൊന്നും അറിയത്തില്ല. അമ്പിളിയുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ എടുത്ത് കൊടുത്ത്. അമ്പിളി നിരന്തരം ഇപ്പോൾ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട്. അമ്പിളി ഒരു പലിശക്കാരി സ്ത്രീയാണ്. ഞാൻ പിന്നെ ഇപ്പം പറഞ്ഞ്, മോളെ ഞാൻ എങ്ങനെയെങ്കിലും പൈസ തരാം, റിറ്റുവിനെ കണ്ടുപിടിക്കട്ടെ, എവിടെയായാലും വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞേക്കുക. ഞാൻ വീട്ടു ജോലിക്ക് പോവുക. ഒരു ഹോട്ടലിൽ, കരിയിലക്കുളങ്ങര ഹോട്ടലിലും ജോലിക്ക് പോകുന്നുണ്ട്. അവിടെ നിന്നൊക്കെ കിട്ടിയാൽ ഞാൻ എന്തോ ചെയ്യും ഇത്രയും പൈസ അടയ്ക്കാൻ? എനിക്ക് ഡെയിലി പിരിവ് തന്നെ ഒരുപാടുണ്ട്. മൈക്രോ ഫിനാൻസിൻ്റെ അടവ് ആഴ്ചയിലുണ്ട്. ഇതെല്ലാം കൂടെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തെങ്കിലും ചെയ്ത് ആത്മഹത്യ ചെയ്യും. ഞാൻ മരിച്ചതിൻ്റെ ഉത്തരവാദി റിൻറ്റും വനജയുമായിരിക്കും. എനിക്ക് വയ്യ ഇനി ജീവിക്കാൻ, സത്യം പറയുക. റിറ്റു കൂടെ താമസിച്ചില്ലേലും ഒന്നുമില്ല, എൻ്റെ കടം തീർക്കാനുള്ള പൈസ കിട്ടിയാൽ മതി എനിക്ക്. അയാൾ എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ, എൻ്റെ പൈസ എല്ലാം കിട്ടിയാൽ മതി. ഞാൻ എങ്ങനെയെങ്കിലും കടം തീർത്ത് ജീവിച്ചോളാം. കടക്കാരുടെ നിന്ന് എനിക്ക് രക്ഷപ്പെട്ടാൽ മതി. ഇക്ബാലും ബിനുവും റിറ്റുവിൻ്റെ കൂടെ ഗ്രൂപ്പിലുള്ളത് അവന്മാർ.
ഇവർക്ക് പിന്നെ ഒരു ആപ്പി ഡ്രൈവേഴ്സ് എന്നും പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് ഇവരുടെ ഡ്രൈവർമാരുടെ ആപ്പി ഡ്രൈവേഴ്സ് എന്നും പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഉള്ളതാണ് ഇക്ബാലും ബിനു. ഇക്ബാൽ ആലപ്പുഴയും ബിനു പിന്നെ പുലുകുളങ്ങരയിലുള്ളതാണ്. അങ്ങനെ ബിനുവിൻ്റെ കൈ കൊണ്ട് കൊടുക്കാനാണെന്നും പറഞ്ഞാൽ ലാസ്റ്റത്തെ പൈസ വാങ്ങിച്ചത്. ഫസ്റ്റ് പൈസ ഒക്കെ വാങ്ങിച്ചത് അമ്മയ്ക്ക് വീടിൻ്റെ മെയിൻ്റനൻസ് പണിക്കും കാര്യങ്ങൾക്കും ആണെന്നും പറഞ്ഞാണ് വാങ്ങിച്ചത്. എൻ്റെ പൈസയല്ലേ എനിക്ക് കിട്ടിയാൽ മതി. എനിക്കിനി അവൻ്റെ കൂടെ ജീവിച്ചില്ലേലും ഒന്നുമില്ല. അവൻ എവിടെ ആയാലും രംഗത്ത് കൊണ്ടുവരണം. അവൻ എല്ലായിടവും ഒളിച്ചിരിക്കും. അവൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചുകൊണ്ട് പോലീസിൽ പരാതി കൊടുത്ത് കോടതിക്കും കൊടുത്തിട്ടുണ്ട്. കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഓർഡറും കിട്ടിയിട്ടുണ്ട്. പോലീസ് പറയുന്നത് സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത്. റിറ്റുവിനെ കാണാതായതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. പോലീസുകാർ പറയുന്നത് ഇതിനകത്ത് ഒന്നും കണ്ടുപിടിക്കാനില്ലെന്നാണ് പറയുന്നത്. പോലീസുകാർ ഇതിനകത്തുനിന്ന് കൈ ഒഴിഞ്ഞ് മാറുക, ഒന്നും കണ്ടുപിടിക്കാനില്ലെന്നാണ് പറയുന്നത്. റിറ്റ് വന്ന് എൻ്റെ കടം തീർക്കണം. റിറ്റ് വന്നെങ്കിലേ പറ്റത്തുള്ളൂ. റിറ്റ് ഇതിനകത്ത് ആൾ, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. റിറ്റുവിൻ്റെ അമ്മ വനജ, റിറ്റുവിൻ്റെ അനിയൻ റിൻറ്റു, ഇവർ 3 പേര് ഉത്തരവാദി. ഞാൻ മരിച്ചാൽ ആത്മഹത്യക്ക് അത് ഞാൻ ചെയ്തിരിക്കും. കടം കയറി ഞാനത് ചെയ്തിരിക്കും. എനിക്ക് വാടക കൊടുക്കാൻ പോലും ഒരു നിവൃത്തിയില്ല. വാടകക്കാരെന്നും കിടന്ന് റിറ്റു വീട് വാടകയ്ക്ക് എടുത്ത് തന്നേച്ചാൽ എന്നെ ഇങ്ങനെ ആക്കി ഇട്ടിട്ട് പോയാക്കുന്നത്. റിറ്റു വാടകയും കൊടുക്കത്തില്ല, ഒന്നും കൊടുക്കത്തില്ല. ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല. ആ വീട്ടുകാർ പറയുന്നത് റിറ്റു ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല, മെസ്സേജ് ഇട്ടാൽ നോക്കത്ത് പോലും ഇല്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് റിറ്റുവിനെ രംഗത്ത് കൊണ്ടുവരണം. എൻ്റെ കടം വീട്ടിൽ തരണം.